യൂറോപ്യൻ ഗോതിക് മാതൃകയിൽ നിർമ്മിച്ച ഇടുക്കി കുട്ടിക്കാനത്തെ അതിപുരാതനമായ പള്ളിയാണ് സെന്റ് ജോർജ് CSI പള്ളി. 156 വർഷം പഴക്കമുള്ള പള്ളിക്കുന്നിലെ ഈ ദേവാലയത്തിന് ഒത്തിരി പ്രത്യേകതകൾ കൂടിയുണ്ട്. ബ്രിട്ടീഷ് സെമിത്തേരിയും ഇവിടെ അടക്കം ചെയ്ത ഒരു വെള്ളക്കുതിരയുമാണ് ശവകുടീരത്തിന്റെ ഈ ശവകുടീരവുമാണ് പള്ളിയുടെ ശ്രദ്ധാകേന്ദ്രം. കാണാം. ഇടുക്കിയിൽ തേയിലച്ചെടിയുടെ സുന്ദര കാഴ്ച മൂന്നാർ കഴിഞ്ഞാൽ പിന്നീട് പീരുമേടാണ്. ഈ തേയില മരനിരകൾക്ക് നടുവിൽ കാറ്റിൽ ഇടതൂർന്നു പറക്കുന്ന കോടമഞ്ഞിലെ കാഴ്ച തെളിഞ്ഞാൽ കുട്ടിക്കാനം പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് CSI പള്ളി കാണാം. കൗതുകങ്ങൾക്ക് പുറമെ ശാന്തതയും പ്രാചീന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയും ഒരുക്കുന്ന പള്ളിക്കുന്ന് പള്ളിയുടെ കാഴ്ച. 1869 കുട്ടിക്കാനം പള്ളിക്കുന്നിൽ പള്ളിയുടെ നിർമ്മാണം. അന്നത്തെ കാലത്ത് 800 രൂപ മുടക്കിയാണ് പള്ളി നിർമ്മിച്ചതെന്ന് പുരാതന രേഖകൾ പറയുന്നു. വിദേശ മിഷണറി ഹെൻറി ബെക്കർ ജൂനിയറാണ് പള്ളി നിർമ്മിച്ചത്. ആത്മീയതയാൽ മുഖരിതമാണ് പള്ളിയും ചുറ്റുവട്ടവും. ഇവിടുത്തെ ആദ്യത്തെ പട്ടക്കാരനും വിദേശ മിഷണറിയുമായ റവറൻഡ് ഹെൻറി ബെക്കർ ജൂനിയറാണ് ഈ ദേവാലയം പണികഴിപ്പിച്ചത്. ഈ ദേവാലയത്തിന് ഇന്നത്തെ പ്രസക്തി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ഗോത്തിക് മോഡലിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ആ സ്ട്രക്ചർ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ദേവാലയത്തിൻ്റെ ഉള്ളിലെ ഫർണിച്ചർ ഉൾപ്പെടെ അതേ ദേവാലയം ഇപ്പോൾ 155 വർഷമായിട്ട് സംരക്ഷിച്ച് ആ വാസ്തുശില്പ ഭംഗി അതേപോലെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ബ്രിട്ടീഷ് ഭരണകാലത്ത് പീരുമേട് പ്രദേശത്ത് ആദ്യമുണ്ടായിരുന്നത് കാപ്പി കൃഷിയാണ്. പിന്നീടാണ് തേയില കൃഷിയിലേക്ക് തിരിഞ്ഞത്. കേണൽ മൺട്രോയുടെ ചെറുമകൻ ജോൺ ഡാനിയൽ മൺട്രോയാണ് തേയില വ്യവസായം കേരളത്തിലേക്കും ഇടുക്കിയിലേക്കും എത്തിച്ചത്. മൂന്നാറും പീരുമേടും തേയിലക്കാടുകളെ പരിപാലിച്ച് നടന്ന ജോൺ ഡാനിയൽ മൺട്രോയുടെ ആത്മീയ കേന്ദ്രവും ഈ പള്ളിയായിരുന്നു. പുരാതന കാഴ്ച സമ്മാനിക്കുന്ന പള്ളിയിലെ സെമിത്തേരിയാണ് ഏറ്റവും വേറിട്ട കാഴ്ച. ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശീയർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും അതിൻ്റെ മാതൃകയും വേറിട്ട അനുഭവം നൽകുന്നു. 1895 വാർദ്ധക്യത്താൽ മൺട്രോ മൺമറഞ്ഞപ്പോൾ ശവകുടീരത്തിന് സമീപത്തായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഡൗണി എന്ന വെള്ളക്കുതിരയെയും പിന്നീട് മറവു ചെയ്തു. ഡൗണിയുടെ സ്മൃതികുടീരവും പള്ളിക്കുന്നിലെ മറ്റൊരു കാഴ്ചയാണ്. ഇവിടെ 34 വിദേശികളെ അടക്കം ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് സെമിട്രി ഉണ്ട്. അതിൽ 6 മാസം മുതൽ 72 വയസ്സ് വരെ പ്രായമുള്ള അവരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 34 വിദേശീയർ. അത് സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവർ മരണകാരണങ്ങൾ അന്നത്തെ പനി പോലുള്ള പകർച്ചവ്യാധികൾ കൊണ്ട് മരണപ്പെട്ടവർ ധാരാളമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ മരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ അടക്കപ്പെട്ടവരുടെ ഫാമിലികൾ കഴിഞ്ഞ ജനുവരി 26 ഒരു ഫാമിലി വന്നിരുന്നു. ഇന്ത്യയിലെത്തുമ്പോൾ അവരവരുടെ വേരുകൾ തേടി എത്താറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി മുകളിലാണ് പള്ളിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ആദ്യം കൃഷി ചെയ്ത നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കാപ്പിച്ചെടികൾ ഇന്നും പള്ളിക്കുന്ന് പള്ളിയുടെ തോട്ടത്തിലുണ്ട്. മലയാള സിനിമയിലടക്കം നിരവധി സിനിമകളിൽ പള്ളിക്കുന്ന് പള്ളിയും പരിസരവും ചിത്രീകരിക്കപ്പെട്ടു. ചരിത്രമുറങ്ങുന്ന പള്ളിക്കുന്ന് പള്ളിയുടെ പുരാതന ശേഷിപ്പുകൾ എന്നും നിലനിർത്താൻ സർക്കാരും ടൂറിസം വകുപ്പും നടപടികൾ സ്വീകരിക്കുമെന്ന് അടുത്തിടെ പള്ളി സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. ഇഷ്ടകേന്ദ്രമായ പീരുമേടും കുട്ടിക്കാനവും ഒക്കെ കടന്ന് വിനോദസഞ്ചാരികൾ പോകുമ്പോൾ പള്ളിക്കുന്ന് പള്ളിയുടെ കാഴ്ചയും കൗതുകവും കണ്ടു തന്നെ മടങ്ങുക. ഇടുക്കിയുടെ മലനിരകളെ തേയിലച്ചെടികൾ കൊണ്ട് പുതപ്പിച്ച മൺട്രോ സാഹിബും സാഹിബിൻ്റെ സന്തത സഹചാരിയായിരുന്ന വെള്ളക്കുതിരയുമൊക്കെ ഇപ്പോഴും ഈ പള്ളിക്കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സൈപ്രസ് മരങ്ങൾക്കിടയിലെ പള്ളിക്കുന്നിലെ കാഴ്ച സുന്ദരവും അതിലേറെ ശാന്തി നൽകുന്നതുമാണ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.